എന്താ ലേണിംഗ്? ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരുപാട് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടാകുന്നുണ്ട്. ആ എക്സ്പീരിയൻസുകൾ നമ്മുടെ ബിഹേവിയറിലൊരു പെർമനൻറ്റ് ചേഞ്ചസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിനെ ലേണിംഗ് എന്ന് പറയാം, അല്ലേ? എനി റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ബ്രോട്ട് എബൌട്ട് ബൈ എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ ലേണിങ് പല തരത്തിലുണ്ടാവാം. ലേണിങ്ങിൻ്റെ നാച്ചറിനനുസരിച്ചിട്ട് അതിനെ പലതരത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്പർ 1, അതിലെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നോളേജ് അക്വയർ ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദ വേ ഓഫ് അക്വയറിങ് നോളേജ്, അല്ലേ? നമ്മൾ ഏത് രീതിക്കാണ് നോളേജ് അക്വയർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ നമ്പർ 1. ഇത് തന്നെ 3 തരത്തിലുണ്ട്. 3 ടൈപ്സ്: ഫോമൽ ലേണിംഗ്, ഇൻഫോമൽ ലേണിംഗ്, നോൺ ഫോമൽ ലേണിംഗ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ വേ ഓഫ് അക്വയറിങ് നോളേജ്. ദാറ്റ് ഈസ് ഫോമൽ ലേണിംഗ്, ഇൻഫോമൽ ലേണിംഗ് ആൻഡ് നോൺ ഫോമൽ ലേണിംഗ്. ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണല്ലേ. എന്താ ഫോമൽ ലേണിംഗ്, എന്താണ് ഇൻഫോമൽ ലേണിംഗ്, എന്താണ് നോൺ ഫോമൽ ലേണിംഗ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ? ഫോമൽ ലേണിംഗ് അല്ലെങ്കിൽ ഫോമൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമുക്ക് കിട്ടുന്ന ടീച്ചിങ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലേണിംഗ് ആണ് ഫോമൽ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒക്കെ കിട്ടുന്നത്. ഇനി ഇൻഫോമൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇൻഫോമൽ ലേണിംഗ്, നോൺ ഫോമൽ ലേണിംഗ് ഉണ്ട്. നമുക്ക് എക്സ്പീരിയൻസുകളിലൂടെ കിട്ടുന്നതാണ് നോൺ ഫോമൽ ലേണിംഗ്. ഇതിൻ്റെ രണ്ടിൻ്റെ, ഫോമൽ ലേണിങ്ങിൻ്റെയും നോൺ ഫോമൽ ലേണിങ്ങിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേണിംഗ് ആണ് ഇൻഫോമൽ ലേണിംഗ്. ഇപ്പം നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതൊക്കെ ഇൻഫോമൽ ലേണിംഗ് ആണ്. നോൺ ഫോമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒന്നാണ് നോൺ ഫോമൽ ലേണിംഗ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ഫോമൽ ലേണിംഗ് അല്ലെങ്കിൽ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്റ്റഡിയാണ് അല്ലെങ്കിൽ ലേണിംഗ് ആണ് ഏത് ഫോമൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇൻഫോമൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ മതി, അതായത് നമ്മുടെ നോൺ ഫോമലിൻ്റെയും ഫോമൽ ലേണിങ്ങിൻ്റെയും ഇടയിൽ വരുന്ന ആളാണ് ഇൻഫോമൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ കറസ്പോണ്ടൻസായി പഠിക്കുന്നു, അതെല്ലാം ഇൻഫോമൽ ലേണിങ്ങിൽ വരുന്നതാണ്. നോൺ ഫോമൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു, നാച്ചുറലി ഒക്കർ ചെയ്യാണ് നോൺ ഫോമൽ ലേണിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നോക്കിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി വേ ഓഫ് അക്വയറിങ് നോളേജ്, ദാറ്റ് ഈസ് ഫോമൽ, informal and non-formal learning. And the second classification is based on the individuals participating in learning process. അതായത് ഒരു ലേണിംഗ് പ്രോസസ്സിൽ എത്ര ഇൻഡിവിജ്വൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര, അതായത് അവരെ നമ്പറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പറയുക. അപ്പം നമുക്കറിയാം, നമ്പറിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരാൾ, അല്ലേ? ഒരാൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിവിജ്വൽ ലേണിങ്ങിലുണ്ടാവുക, അല്ലേ? ഒരു ഇൻഡിവിജ്വലാണ് ലേണിങ്ങിൽ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അതിന് ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറയാം. അതായത് ദ അറ്റൈൻമെൻറ്റ് ഓഫ് നോളേജ് ത്രൂ ടീച്ചർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ പ്രാക്ടീസസ് ഇൻ എ ക്ലാസ് റൂം. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ നോളേജ് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊന്നെന്താ? ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുക? ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയും, അല്ലേ? ഗെയിൻ ഓഫ് നോളേജ് ദാറ്റ് റിസൾട്ട്സ് ഫ്രം 2 or more സ്റ്റുഡൻസ് വർക്കിംഗ് ടുഗെദർ ഇൻ ദി ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ വെച്ചിട്ട് 1-2 കൂടുതൽ ആൾക്കാർ തമ്മിൽ എന്താണ് ഒരു ലേണിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഏത്? based on the number of individuals participating in learning process, which is classified into 2: individual learning and group learning. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻസിനെ അല്ലെങ്കിൽ ബിഹേവിയറിൽ ഉണ്ടാകുന്ന സ്പെസിഫിക് ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. അത് വെർബൽ ലേണിംഗ് ഉണ്ട്, മോട്ടോർ ലേണിംഗ് ഉണ്ട്, അഫക്റ്റീവ് ലേണിംഗ് ഉണ്ട്, കോഗ്നിറ്റീവ് ലേണിംഗ് ഉണ്ട്. ഇപ്പോൾ വെർബൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്,
സിലബിൾസ്, വേർഡ്സ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ആണ് വെർബൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മോട്ടോർ ലേണിംഗ് എന്ന് പറഞ്ഞാലോ നമ്മുടെ സ്കിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ആണ് മോട്ടോർ ലേണിംഗ്. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റീവ് ലേണിംഗ് അല്ലേ, അതായത് നമ്മുടെ എഫക്റ്റീവ് ഡൊമൈനിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ്, ഇമോഷൻസ്, പെർസെപ്ഷൻസ്, ആസ്പിരേഷൻസ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് ആയിരിക്കും എഫക്റ്റീവ് ലേണിംഗ്. കോഗ്നിറ്റീവ് ലേണിംഗ് നമുക്കറിയാം, കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ് ലെവലിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ലേണിംഗ് ആണ് കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി 4ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് എംപ്ലോയ്ഡ് ഫോർ ബിഹേവിയറൽ ചേഞ്ച്, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് ഇറർ ലേണിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ആ തിയറി പാർട്ട് വരുമ്പോൾ പഠിക്കും. അപ്പോൾ ഏതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതുപോലെ തന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അപ്പോൾ നമ്മൾ 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത് അല്ലേ. അതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ലേൺ ചെയ്യുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. ദെൻ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് നമ്മളൊരു റിവാർഡിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലേൺ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്. എങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്? നമുക്ക് ആദ്യം തന്നെ സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ? ഇല്ല. അതായത് നമ്മൾ ഒന്ന് ചവിട്ടി നോക്കും, അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റില്ല, നമ്മൾ വീണ് പോയേക്കാം. പക്ഷേ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ശ്രമിച്ച് ഒരുപാട് ട്രയൽ ആൻഡ് എറർസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈക്കിളാ ചവിട്ടി തറുവായിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. പിന്നെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, അതായത് നമുക്ക് പെട്ടെന്നുണ്ടായ ഏതെങ്കിലും ഒരു ഇൻസൈറ്റിൻ്റെ ബേസിൽ നമ്മൾ ലേൺ ചെയ്യുക, അതാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. അപ്പോൾ ഈ 4 ടൈപ്സും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് എംപ്ലോയ്ഡ് ഫോർ ബിഹേവിയറൽ ചേഞ്ചസ്, നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസിൽ ഉണ്ടാകുന്ന മെത്തേഡ്സിനെ അല്ലെങ്കിൽ ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ 4ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നോക്കാനുണ്ട്, അതായത് നമ്മുടെ റോബർട്ട് ഗാഗ്നേസിയുടെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലേണിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയാനുള്ളത്. സിഗ്നൽ ലേണിംഗ് അല്ലേ, അതായത് പെട്ടെന്നൊരു സിഗ്നൽ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്നു. പിന്നെ SR ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസിൻ്റെയും കണക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നു. പിന്നെ ചെയിൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ പഠിക്കുന്നതൊക്കെ അല്ലേ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് അതൊരു ചെയിനിങ് പ്രോസസ്സ് പോലെ ആക്കിയിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നു. പിന്നെ വെർബൽ അസോസിയേറ്റ് ലേണിംഗ്. എന്താ വെർബൽ അസോസിയേറ്റ് ലേണിംഗ് അല്ലെങ്കിൽ വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ നമ്മൾ പഠിക്കുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഇമേജ് കാണിച്ചു കഴിഞ്ഞാൽ അത് ബേർഡാണോ അല്ലെങ്കിൽ അനിമലാണോ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് വെർബൽ അസോസിയേറ്റ് ലേണിങ്ങിലൂടെയാണ്. പിന്നെ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, അതറിയാം, നമ്മൾ ഒന്നിൽ അധികം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിലെ സിമിലാരിറ്റീസും ഡിഫറൻസസൊക്കെ മനസ്സിലാക്കും അല്ലേ. എന്നിട്ട് ഇന്നതാണ്, ഒരേപോലെ ഇരിക്കുന്നത് ഇന്ന സാധനമാണ്, ഇത് വ്യത്യസ്ത സാധനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. ഓക്കെ, ഇനി ലേണിംഗ് ഓഫ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു അല്ലേ, സിമിലാരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഇത് ഇന്ന കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളാണ്, ഇത് ഫ്രൂട്ട്സ് ആണ്, ഇത് വെജിറ്റബിൾസ് ആണ് എന്നൊക്കെ നമുക്ക് തരംതിരിക്കാൻ കഴിയും അല്ലേ. നമ്മുടെ മുന്നിൽ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ചു, അപ്പം നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ വഴി നമ്മൾ അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്നൊരു കൺസെപ്റ്റ് ഫോം ചെയ്തു. ഓക്കെ, എന്നിട്ടോ നെക്സ്റ്റ് ലേണിംഗ് ഓഫ് പ്രിൻസിപ്പിൾ. ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി. പിന്നെ എന്ത് ചെയ്തു, പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ നമ്പർ 5. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ലേണിങ്ങിലുള്ളത്. 5 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മളിവിടെ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷൻസും എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്